at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. ഒരുപാട് പേര് യൂസർ റിവ്യൂ ആഗ്രഹിച്ചിരുന്ന വണ്ടിയാണ് മാരുതി ഫ്രോൺസിന്റെ. സോ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാറിന്റെ ഓണറായ അഖിലിനെ നമുക്ക് വീഡിയോയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ കാറിന്റെ ഓണറായ അഖിലിനെയാണ് നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ എന്താ ചെയ്യുന്നതെന്നുള്ളത്? എൻ്റെ പേര് അഖിൽ എന്നാണ്. എൻ്റെ പ്ലേസ് വരുന്നത് കൊല്ലം മലനടയിലാണ്. ഞാൻ ചെറിയൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് മാൻ ആണ് കേട്ടോ, യങ് ബിസിനസ് മാനെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ ബ്രോ, അപ്പൊ എന്തുകൊണ്ടാണ് മാരുതി ഫ്രോൺസ് ചൂസ് ചെയ്തത്? ഞാൻ ആദ്യം പോയി നോക്കിയത് മാരുതിയുടെ ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു നോക്കിയത്. അത് കഴിഞ്ഞപ്പം പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതായിരുന്നു. ഇതാകുമ്പം ഒരുപാട് മോഡിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തെടുത്തത്. നമ്മളിങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. വേണ്ട, ഇതാകുമ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആരിപ്പോ വാങ്ങിച്ചിട്ട് ഏകദേശം എത്ര നാളെ? ഒരു 4 മാസം കഴിഞ്ഞു. 4 മാസം. അപ്പൊ ഈ 4 മാസം കൊണ്ട് എന്താണ് ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. എനിക്ക് 17-18 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാറിന്റെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ബ്രോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്സ്റ്റീരിയറിന്റെ ഫ്രണ്ട് വ്യൂ പോർഷൻ ആണ് കേട്ടോ. ഇതിപ്പോ ഫ്രണ്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് 3 ലൈറ്റ് വരുന്നുണ്ട്, LED-യും വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. പിന്നെ ഇത് പിന്നെ മാരുതിയുടെ സുസുക്കിയുടെ ഒരു എംബ്ലമാണ് ഇത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്കേറ്റിംഗ് ഉണ്ട് ഇതുപോലെ തന്നെ. അത് ഒരു വെറൈറ്റി ലുക്കാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് വരുമ്പോൾ പിന്നെ ബ്ലാക്ക് ഒരു ഗ്രില്ലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം ലുക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഈ ലൈറ്റിന്റെ കാര്യങ്ങളെല്ലാം ഫ്രണ്ട് വ്യൂല് പറഞ്ഞല്ലോ. അപ്പൊ ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ട്? ലൈറ്റിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ലൈറ്റിന്റെ ഒക്കെ നല്ല പക്കയാണ് വരുന്നത്. പക്കയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പൊതുവെ ഡ്രൈവ് ചെയ്യുമ്പോൾ? പൊതുവെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ല ഫീലാണ്. വേറെ കുഴപ്പം കാര്യങ്ങൾ നമുക്ക് വന്നിട്ടില്ല. നോക്കാനായിട്ട് പോകുന്നത് സൈഡ് വ്യൂ ആണ് കേട്ടോ. ഇതിന്റെ സൈഡ് വരുന്നത് നമുക്കിപ്പോ 4 അലോയ് ആണ് വരുന്നത്. പിന്നെ മിറർ വരുന്നത് നമുക്ക് അകത്ത് തന്നെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്, അഡ്ജസ്റ്റബിൾ മിററാ. ഇത് എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്ന ഈ സൈഡ് ബ്രീഡിങ് മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി ഉണ്ട്. ബാക്ക് വ്യൂ നോക്കുമ്പോൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അത് LED ലാമ്പിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൻസർ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ. പിന്നെ ഒരു സ്പോയിലർ നമ്മളത് എക്സ്ട്രാ വെച്ചതാണത്. പിന്നെ ബാക്ക് സൈഡ് നല്ലൊരു ഒതുങ്ങിയ ഒരു സ്പേസ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂഫ് റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഓവറോൾ നമ്മൾ വണ്ടി നോക്കുന്ന സമയത്ത് ഒരു സ്പോർട്ട് ലുക്ക് വണ്ടിക്കുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ഉണ്ട്. കൂളിങ്ങിന്റെ ആയാലും സോങ്സിന്റെ ആയാലും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്തേക്കുന്ന സീറ്റ് കവർ കമ്പനിയുടെ തന്നെയാണ്. ഇതിന്റെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കീടയാണ് നമുക്കുള്ളത്. ഇത് പുഷ് ബട്ടൺ അല്ല വരുന്നത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഇന്റീരിയർ വർക്കാണ് വന്നേക്കുന്നത്. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ AC ആണെങ്കിൽ നല്ല കൂളിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്, പക്കയായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെയും ഉണ്ട്. ഇതിപ്പോ 4 മാസമായി എന്ന് പറഞ്ഞില്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ആദ്യമായിട്ട് ഈ ഒരു വണ്ടി എടുക്കാനുള്ളവരുടെ അടുത്ത് എന്താണ് ഒരു ഫീഡ്ബാക്ക് പറയാനുള്ളത് ഓവറോൾ നോക്കുവാണെങ്കിൽ? ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ വണ്ടി ചൂസ് ചെയ്ത് എടുക്കുന്നത്. മറ്റേതാകുമ്പോൾ അലോയ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം എടുത്തു കഴിഞ്ഞാലും. ഇതാകുമ്പോൾ പിന്നെ അത്യാവശ്യം നമുക്ക് മോഡിഫൈ ചെയ്യാനെല്ലാം പക്കയാണ്. അതുകൊണ്ടാണ് എല്ലാവരും കൂടുതൽ ഈ വണ്ടി എടുക്കുന്നത്, ചൂസ് ചെയ്യുന്നത്. വണ്ടിയുടെ നിങ്ങൾ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത് ഇത് വാങ്ങിച്ച സമയത്ത് ഏകദേശം എത്രയായിരുന്നു പ്രൈസ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 10,50,000 ആയിരുന്നു. 50 ആയില്ല, ഒരു 40 ഒക്കെ ആയി. 4 മാസം മുന്നേ വാങ്ങിച്ച സമയത്ത്? 4 മാസം മുമ്പ് വാങ്ങിച്ചത്. ഓക്കെ, ഇതിപ്പോ മാക്സിമം ഓഫറും കാര്യങ്ങളും ഇട്ടാണ് നമുക്ക് തന്നത്. ഇച്ചിരി റേറ്റ് കുറവുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ ഓണം വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും പ്രൈസിനകത്ത് നല്ല ഓഫർ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ? ഉണ്ട്. ഇതിപ്പോ കറക്റ്റ് വേരിയന്റ് പറയുവാണെങ്കിൽ എങ്ങനെയാ? ഇത് ഡെൽറ്റ പ്ലസ് ആണ് വരുന്നത്. ഡെൽറ്റ പ്ലസ്. അതെ. ഓക്കെ, അപ്പൊ ഈ ഡെൽറ്റ പ്ലസിൽ എല്ലാരും ബ്ലാക്ക് ബ്ലൂയിഷ് കളർ അങ്ങനെയൊക്കെയാണല്ലോ ചൂസ് ചെയ്യുന്നത്. എന്ത് വെച്ച് റെഡ് ചൂസ് ചെയ്യാൻ? ഞാൻ അന്ന് ഓർഡർ എടുത്ത സമയത്ത് നമുക്ക് ആ ബ്ലാക്ക് ഇല്ലായിരുന്നു. അത് കാരണമാണ് പിന്നെ റെഡ് എടുത്തത്. ഓക്കെ, എമർജൻസി ആയിട്ട് കാർ വേണോണ്ട് അന്നേരം കളർ അങ്ങ് എടുത്തു. ഒരാഴ്ച കൊണ്ട് എടുക്കണമെന്നുള്ള തീരുമാനമായിരുന്നു, അങ്ങനെ പെട്ടെന്ന് എടുത്തതാ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തീരുമാനിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു കാറ്.
ഓക്കെ, അപ്പൊ കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മാസമായി എന്നുള്ളത് പറഞ്ഞില്ലേ? അപ്പൊ എവിടെയെങ്കിലും ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നോ? ലോങ് പോയേക്കുന്നത് ഇപ്പൊ 2 വട്ടം തെങ്കാശി പോയായിരുന്നു. തെങ്കാശി പോയി. അതെ അതെ. ഓക്കെ, തെങ്കാശി പോയ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട് തന്നെ. പിന്നെ കുഴപ്പമില്ല, യാത്രയും സുഖമാണ്, കംഫർട്ടബിൾ അതെ ആയിരുന്നു, അതെ അതെ അതെ. കുഴപ്പമില്ലായിരുന്നു ലോങ് ഡ്രൈവ്. ഇല്ല, തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ക പെർഫെക്റ്റ് ആയിരുന്നു. അതെ അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. 4 മാസം യൂസ് ചെയ്ത ആളുടെ യൂസർ റിവ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഇനി അടുത്ത ഏതെങ്കിലും കാറിന്റെ യൂസർ റിവ്യൂ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മൾ അതുപോലെ ടാറ്റ സഫാരിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക കേട്ടോ.